നമസ്കാരം, CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭീകര ശൃംഖലകളെ നേരിടാൻ രാജ്യം സജ്ജമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. Visika Smruti Divas. We solemnly remember those lakhs of Indians who lost their lives in the violence resulting from the partition. Or രാജ്യം 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. हमारे संकल्प दृढ़ होने चाहिए. जब संकल्प दृढ़ होता है तो സാമൂഹിക അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി ഇന്ത്യൻ ജനത ഒന്നിക്കേണ്ട സമയമാണിതെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി OJ ജനീഷ്. ദേശീയപാതയിൽ പുതുക്കാട് കുറുമാലിപ്പുഴ പാലത്തിന്റെ കൈവരിയോട് ചേർന്നുള്ള നടപ്പാതയിൽ ഇടിച്ച് ചരക്ക് ലോറി മറിഞ്ഞു. ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കിടപ്പു രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ആശ്വാസകിരണം പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയായി വർദ്ധിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഭീകര ശൃംഖലകളെ നേരിടാൻ രാജ്യം സജ്ജമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. today, on the 14th of August, we observe Vibhajan Vibhisika Smruti Divas. We solemnly remember those lakhs of Indians who lost their lives in the violence resulting from the partition, or were forced to endure the tragedy of displacement. Lakhs of people had to become refugees due to communal violence and ഭീകരരും അവരെ പിന്തുണയ്ക്കുന്നവരും എവിടെ ഒളിച്ചാലും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും. ഭീകര ശൃംഖലകൾക്കെതിരെ കൃത്യമായ ആക്രമണങ്ങൾ നടത്താനുള്ള ഇന്ത്യൻ സായുധ സേനയുടെ കഴിവ് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി പ്രസിഡന്റ് ദ്രൗപദി മുർമു പറഞ്ഞു. സ്വാതന്ത്ര്യദിന തലേന്ന് രാജ്യത്തോട് അഭിസംബോധന നടത്തുകയായിരുന്നു രാഷ്ട്രപതി. ഭീകരതയെ പിന്തുണയ്ക്കുന്ന രാജ്യവുമായുള്ള സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചത് ഒരു നിർണായക ചുവടുവെപ്പാണ്. ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് നടപടി. പ്രത്യേകിച്ചും കർഷകരുടെ താൽപര്യം പരിഗണിച്ച് രാഷ്ട്ര നിർമ്മാണത്തിന് ഓരോ പൗരനും സംഭാവന നൽകുന്നുണ്ടെന്നും മുർമു പറഞ്ഞു. To the sacred memory of the sculptor of the unity of modern India, Lauh Purush Sardar Vallabhbhai Patel. രാജ്യം 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വപ്നങ്ങൾ ഇനി വലുതാകുകയാണ് പ്രധാനമന്ത്രി. സ്വപ്നങ്ങൾ വലുതാകുമ്പോൾ നമ്മുടെ ചിന്തകൾ വിശാലമാക്കുമെന്നും മോദി പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ എല്ലാ വിഭാഗങ്ങളും രാജ്യത്തെ പുതിയ ഉയരങ്ങളിൽ എത്താൻ പ്രയത്നിച്ചു. तब महान बनता है, तब अपनी सिद्धियों को प्राप्त करता है, जब अपने सपनों, अपने संकल्पों और अपने सामर्थ्य के दम पर आगे बढ़ता है. 140 കോടി ജനതയുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നു. ലോകം ഇന്ത്യയെയും ഇന്ത്യയുടെ നേട്ടങ്ങളെയും നോക്കിക്കാണുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ലോകത്ത് ഇന്ത്യ വലിയ ബഹുമാനം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്ഥിരതയുള്ള സർക്കാരുണ്ട്. അതുകൊണ്ടാണ് 2014 മുതൽ ഒട്ടേറെ രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ ഇന്ത്യക്ക് കഴിഞ്ഞതെന്ന് മോദി പറഞ്ഞു. ഇന്ത്യയുടെ ശക്തിയും ഭാവിയിലെ വളർച്ചയും നിർണ്ണയിക്കുന്നത് 7 മേഖലകളാണ്. ആ സപ്തധാരയാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത്. ഉൽപാദനം, കർഷകർ, സാങ്കേതികവിദ്യ, ഗതാഗതവും കണക്ടിവിറ്റിയും, പ്രതിരോധം, ഹരിത ഊർജം, യോഗയും കരകൗശല വിദ്യയും സിനിമയും ഉൾപ്പെടെയുള്ള സോഫ്റ്റ് പവർ എന്നിവയാണ്
ആ മേഖലകളെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണകാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. പ്രതിരോധ മേഖലയിലും ഇന്ത്യക്ക് വൻ വളർച്ചയുണ്ടായി. ഡിജിറ്റൽ മേഖലയിലും ഇന്ത്യയുടെ മുഖമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തെ തടയാൻ ആർക്കും സാധിക്കില്ല. കഴിഞ്ഞ 12 വർഷത്തിൽ പ്രതിരോധ ഉൽപാദനം കുതിക്കുകയാണ്. ഇലക്ട്രോണിക്, മൊബൈൽ ഫോൺ നിർമ്മാണം, റെയിൽവേ കോച്ചുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ കുതിച്ചുചാട്ടമാണ് ഉണ്ടായത്. ഡിജിറ്റൽ ഇടപാടുകളിലെല്ലാം വൻ വളർച്ചയുണ്ടായെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയിൽ ആദ്യമായി ഹൈഡ്രജൻ ട്രെയിൻ വന്നു. ഏറ്റവും മികച്ച ട്രെയിനാണ് അതെന്ന് പറയുന്നതിലും ഈ രംഗത്ത് ഇന്ത്യ കഴിവ് തെളിയിച്ചതിലും എനിക്ക് സന്തോഷമുണ്ട്. കോവിഡ് മഹാമാരിയുടെ സമയത്ത് നുണകൾ പ്രചരിപ്പിച്ച് ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി സന്തോഷം കണ്ടെത്താൻ ചിലർ ശ്രമിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ നടപ്പാക്കിയ മികച്ച പദ്ധതികൾ ഫലപ്രദമായി എന്ന് ഇന്ത്യ തെളിയിച്ചു, മോദി പറഞ്ഞു. हमारी सोच की क्षितिज को विस्तृत करते हैं. हमारे संकल्प दृढ़ होने चाहिए. जब संकल्प दृढ़ होता है तो कठिनाइयों से, आपदाओं के बीच से रास्ते निकालने का सामर्थ्य अपने आप उभर करके आता है. സാമൂഹിക അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി ഇന്ത്യൻ ജനത ഒന്നിക്കേണ്ട സമയമാണിതെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ്. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭരണഘടനാ മൂല്യങ്ങൾ വെല്ലുവിളിക്കപ്പെടുന്ന ഇക്കാലത്ത് ഭരണഘടന ഉറപ്പു നൽകുന്ന മതേതരത്വം ഉൾപ്പെടെയുള്ളവ കോട്ടകെട്ടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നാം ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. അധികാര ദുർവിനിയോഗത്തെയും സ്വജനപക്ഷപാതത്തെയും അകറ്റി നിർത്താനുള്ള ജാഗ്രത ഓരോ ഭരണകർത്താക്കളും പുലർത്തേണ്ടതുണ്ടെന്നും ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ അവയെ ശക്തിപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഭരണകർത്താക്കൾ ഏറ്റെടുക്കണമെന്നും മന്ത്രി പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യം അന്യന്റെ ആത്മാഭിമാനം ഹനിക്കാതെ നിറവേറ്റപ്പെടണമെന്നും അനീതികൾക്കെതിരെ സധൈര്യം ശബ്ദമുയർത്താൻ കെൽപ്പുള്ള വ്യക്തികളായി സ്വയം മാറാൻ നാം ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങളുടെ കാവലാളായി മാറാൻ ഓരോ ഇന്ത്യൻ ജനതയ്ക്കും കഴിയട്ടെ എന്നും മന്ത്രി പറഞ്ഞു. നമ്മുടെ ജനസംഖ്യയിൽ വലിയൊരു വിഭാഗം യുവജനങ്ങളുണ്ട്. അവരുടെ ഭാവി സാധ്യതകൾ ശോഭനമാകുന്നതിന് അവരുടെ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും നാം നിക്ഷേപിക്കേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ ജനസംഖ്യ നമ്മുടെ ഏറ്റവും വലിയ ആസ്തിയായി മാറും. യുവാക്കളെ പുറം രാജ്യങ്ങളിലേക്ക് നിർബന്ധപൂർവ്വം പറഞ്ഞയക്കാതെ നമ്മുടെ രാജ്യത്തിന്റെ ബൗദ്ധിക സ്വത്തുക്കളാക്കി മാറ്റേണ്ടതുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചടങ്ങിൽ MLA രാജൻ ജെ പല്ലൻ, തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, തൃശൂർ റേഞ്ച് DIG ടി നാരായണൻ, ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, ജില്ലാ പോലീസ് മേധാവി മുഹമ്മദ് നദീമുദ്ദീൻ, ADM M സന്ദീപ്, അസിസ്റ്റന്റ് കളക്ടർ AC പ്രീതി എന്നിവർ സംബന്ധിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, ഫയർഫോഴ്സ്, SPC, NCC ഉൾപ്പെടെ 24 പ്ലാറ്റൂണുകൾ പരേഡിൽ അണിനിരന്നു. ഇൻസ്പെക്ഷൻ പരേഡിന്റെ ഇൻസ്പെക്ഷൻ ആരംഭിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി, പോലീസ്, ഫോറസ്റ്റ്, എക്സൈസ്, ഫയർ ആൻഡ് റെസ്ക്യൂ, അണിനിരക്കുന്ന സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റിന്റെ പ്ലട്ടൂണുകൾ, NCC ബാൻഡ് പ്ലട്ടൂൺ, രാജ്യത്തിന്റെ 80ാമത്
ബഹുമാനപ്പെട്ട കേരള മഹേഷ് കുമാർ, ഇൻസ്പെക്ടർ SHO UPS, ബഹുമാനപ്പെട്ട തൃശ്ശൂർ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, തൃശ്ശൂർ മേയർ തുടങ്ങിയിട്ടുള്ള സമൂഹ ശ്രീ ബെന്നി KP നയിക്കുന്ന പ്ലട്ടൂണാണ് ഡേസിനുള്ളിൽ. ശ്രീ വരുൺ സബ് ഇൻസ്പെക്ടർ CPS നയിക്കുന്ന തൃശ്ശൂർ സിറ്റി മെൻ പ്ലട്ടൂൺ. ശ്രീ രഞ്ജിത്ത് റൂറൽ മെൻ പ്ലട്ടൂൺ. ശ്രീമതി ഫോറസ്റ്റ് ഓഫീസർ നയിക്കുന്ന ഫോറസ്റ്റ് പെട്രോൾ. സ്റ്റേഷൻ ഓഫീസർ ശ്രീ ഡിബിൻ. 23rd NPC സീനിയർ ബോസ് പെട്രോൾ കമ്പനി സീനിയർ അണ്ടർ ഓഫീസർ ശ്രീ ആഘോഷിക്കുകയും ചെയ്യുന്ന ദിവസമാണിത്. ചാലക്കുടി നഗരസഭ സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായി. ഓഫീസ് അങ്കണത്തിൽ ചെയർപേഴ്സൺ ആലി ഷിബു ദേശീയ പതാക ഉയർത്തി. ജനപ്രതിനിധികൾ, ജീവനക്കാർ, ശുചീകരണ ഹരിതസേവന പ്രവർത്തകർ, വിദ്യാർത്ഥികൾ എന്നിവർ ചേർന്ന് ദേശീയോദ്ഗ്രഥന പ്രതിജ്ഞ എടുത്തു. ലഹരിമുക്ത നാട് എന്ന സന്ദേശവുമായി ചാലക്കുടി NSS സീനിയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി എല്ലാവർക്കും മാവിൻ തൈകൾ വിതരണം ചെയ്തു. ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നഗരസഭയുടെ ശുചീകരണ വാഹനങ്ങൾ അണിനിരത്തി. ആരോഗ്യ വിഭാഗം ജീവനക്കാർ, ശുചീകരണ തൊഴിലാളികൾ, ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ നഗരം ചുറ്റി ശുചിത്വ റാലി നടന്നു. ഇന്ന് രാജ്യം 80ാമത്തെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നഗരസഭയിൽ നേതൃത്വം നടന്ന ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യമായി തന്നെ ഞാൻ ആശംസ നൽകുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് തീരദേശാഭിമാനികൾ ജീവിതം കൊടുത്ത് നേടിക്കുന്നതാണ് നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം എന്നുള്ളത് തീർത്തും ഒരു അവകാശം മാത്രമല്ല. നമ്മുടെ
സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ബഹുമാന്യരായ കൗൺസിലർമാർ, ബഹുമാന്യരായ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ത്യൻ ജനത സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ഇന്ത്യയിലെ ദേശസ്നേഹികളായ ആയിരക്കണക്കിന് വരുന്ന CPM NSS ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിയപ്പെട്ട ജനപ്രതിനിധി, ഇന്ന് രാജ്യമെങ്ങും 80ാം സ്വാതന്ത്ര്യ ദിനം ആചരിക്കുന്ന മഹനീയമായ ഒരു ദിവസമാണ്. സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ ധീര ജവാന്മാരെ ഈ സമയം നമ്മൾ ഓർക്കണം. അവരുടെ ത്യാഗോജ്വലമായ പോരാട്ടത്തിൽ മാത്രമാണ് നമ്മൾ ഈ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സേവനപാതയിൽ 30 വർഷം പിന്നിട്ട കൊരട്ടിയിലെ ലയൺസ് ക്ലബ് നിർധനരായ 500-ൽ പരം രോഗികൾക്ക് സൗജന്യമായ ഡയാലിസിസ് നടത്തുന്ന പദ്ധതി ഈ വർഷം നടപ്പാക്കുന്നതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പദ്ധതികളുടെ ഉദ്ഘാടനം ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച രാവിലെ 10:30 കൊരട്ടി ലയൺസ് ഹാളിൽ വെച്ച് നടക്കും. ലയൺസ് ഗവർണർ സുരേഷ് കെ വാര്യർ ഉദ്ഘാടനം ചെയ്യും. ക്ലബ്ബ് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോർജ് അധ്യക്ഷത വഹിക്കും. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ലീല സുബ്രഹ്മണ്യൻ മുഖ്യപ്രഭാഷണം നടത്തും. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലി, അപ്പോളോ ഹോസ്പിറ്റൽ കറുകുറ്റി, ദേവമാതാ ഹോസ്പിറ്റൽ കൊരട്ടി എന്നീ ആശുപത്രികളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കൂടാതെ കൊരട്ടി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ സഹകരണത്തോടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന സൗജന്യ ഡയബറ്റിക് പരിശോധനയും രക്തസമ്മർദ്ദ പരിശോധനയും നടത്തും. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗബാധിതർ, അപകടത്തിൽ ഗുരുതരമായി പരിക്ക് പറ്റിയവർ, മാരകരോഗം ബാധിച്ചവർ തുടങ്ങിയവർക്ക് സാമ്പത്തിക സഹായവും മരുന്നുകളും നൽകുക, സൗജന്യ നേത്ര പരിശോധന, ശസ്ത്രക്രിയ ക്യാമ്പുകൾ, ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുക, അവശരായ രോഗികൾക്ക് വീൽ ചെയർ, വാട്ടർ ബെഡ് തുടങ്ങിയവ വിതരണം ചെയ്യുക, റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് കോൺകേവ് മിറർ സ്ഥാപിക്കുക, ശാരീരികമായി മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നവരെയും വയോധികരെയും ഭവനങ്ങളിൽ സന്ദർശിച്ച് ആശ്വസിപ്പിക്കുക, വേണ്ടതായ സഹായങ്ങൾ നൽകുക, വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് സാമ്പത്തിക സഹായം നൽകുക, സ്കൂളുകളിൽ വായനയെ പ്രോത്സാഹിപ്പിക്കുക, പരീക്ഷകളിലും മറ്റു മേഖലകളിലും മികവ് പുലർത്തിയവരെ ആദരിക്കുക തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ കൊരട്ടി ലയൺസ് ക്ലബ്ബ് ചെയ്തു വരുന്നു. ഭവനമില്ലാത്ത 7 വ്യക്തികൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ജോർജ്, വൈസ് പ്രസിഡന്റ് MJ ഫ്രാൻസിസ്, സെക്രട്ടറി MJ ഡെന്നി, ജോയിന്റ് സെക്രട്ടറി ബിനോയ് മേച്ചേരി, ട്രഷറർ ജോൺസൺ വർഗീസ്, ബേബി ചെറിയൻ കല്ലുക്കാരൻ, ജെയ്സൺ വെളിയത്ത് എന്നിവർ പങ്കെടുത്തു. കൊച്ചി ലയൺസ് ക്ലബ്ബ് ഏകദേശം 140ഓളം അംഗങ്ങളുണ്ട്. ഈ അംഗങ്ങളുടെ അധ്വാനത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെച്ചിട്ട് നിർധനരായ, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന, ആഴ്ചയിൽ 2 or 3 ഒക്കെ ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന, അതും വർഷങ്ങളോളം ഡയാലിസിസ് ചെയ്യേണ്ടി വരുന്ന, കണ്ണീരും കൈയുമായിട്ട് ജീവിതം തള്ളി നീക്കുന്ന ജനങ്ങളെ സഹായിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് 500-ലധികം ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഉദ്ഘാടനം ഓഗസ്റ്റ് 18-ാം തീയതി കാലത്ത് 10:30 മണിക്ക് കൊരട്ടി ലയൺസ് ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് 318D ലയൺസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ PMJF ലയൺസ് സുരേഷ് കെ വാര്യർ അവர்களാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നത് കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ലീല സുബ്രഹ്മണ്യൻ അവர்களാണ്. യോഗത്തിൽ വാർഡ് മെമ്പർമാർ, മറ്റ് സാമൂഹ്യ പ്രതിനിധികൾ, ഞങ്ങൾ ടൈപ്പ് ചെയ്യുന്ന ഹോസ്പിറ്റൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ, അപ്പോളോ ഹോസ്പിറ്റൽ കറുകുറ്റി, കൊരട്ടി ദേവമാത എന്നീ ഹോസ്പിറ്റലുകളാണ്. അവിടുത്തെ പ്രതിനിധികൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ വിശാലമായ ഒരു ഉദ്ഘാടന കർമ്മമാണ് ചൊവ്വാഴ്ച ഓഗസ്റ്റ് 18-ാം തീയതി നടത്താനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. കൊരട്ടി ലയൺസ് ക്ലബ്ബ് സ്ഥാപിതമായിട്ട് 30 വർഷം കഴിഞ്ഞു. ഇത് 31ാമത്തെ വർഷമാണ്. ഞങ്ങളുടെ മോട്ടോ തന്നെ വി സെർവ് എന്നുള്ളതാണ്. സെർവിങ് ഹാൻഡ്സ് ടച്ചിങ് ഹാർട്ട്സ് എന്നുള്ളതാണ് ഈ വർഷത്തെ ഞങ്ങളുടെ സ്ലോഗൻ. അത് മുറുകെ പിടിച്ചുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കാണ് ഞങ്ങൾ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. രോഗികൾക്ക് സഹായം ചെയ്യുക. സ്വാതന്ത്ര്യദിനാഘോഷം വർണ്ണാഭമായ ചടങ്ങുകളോടെ അങ്കമാലി നഗരസഭയുടെ നേതൃത്വത്തിൽ ആചരിച്ചു.
അങ്കമാലി TB ജംഗ്ഷൻ പരിസരത്ത് നിന്നും വർണ്ണാഭമായ റാലി നടന്നു. നിശ്ചല ദൃശ്യങ്ങൾ, വാദ്യഘോഷങ്ങൾ, കാവടി എന്നിവയുടെ അകമ്പടിയോടെ നടന്ന റാലിയിൽ നഗരസഭാ ജീവനക്കാർ, സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ, അധ്യാപകർ, കുടുംബശ്രീ അംഗൻവാടി പ്രവർത്തകർ, വയോമിത്ര അംഗങ്ങൾ, വ്യാപാരി വ്യവസായ സ്ഥാപന ജീവനക്കാർ, ഓട്ടോ ടാക്സി ജീവനക്കാർ, റെസിഡൻസ് അസോസിയേഷൻ തുടങ്ങിയവർ അണിനിരന്നു. റാലി ടൗൺ ജംഗ്ഷനിൽ എത്തിച്ചേർന്നതോടെ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് പൊതുസമ്മേളനം നടന്നു. നഗരസഭ ചെയർപേഴ്സൺ റീത്ത പോൾ അധ്യക്ഷയായിരുന്നു. MP ബെന്നി ബെഹ്നാൻ ഉദ്ഘാടനവും സ്വാതന്ത്ര്യദിന സന്ദേശവും പുരസ്കാര വിതരണവും നിർവഹിച്ചു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, മുൻ MLA PJ ജോയ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ വിൽസൺ മുണ്ടാടൻ, സെയിന്റ് ജോർജ് ബസിലിക്ക റെക്ടർ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി സുഭാഷ് നഗർ റെസിഡൻസ് അസോസിയേഷനിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രസിഡന്റ് KT വാസു ദേശീയ പതാക ഉയർത്തി. നഗരസഭാംഗം റെയ്സിൻ ആലൂക്ക മുഖ്യാതിഥിയായി. ബിജി സദാനന്ദൻ, സെക്രട്ടറി PA നസീർ, ട്രഷറർ സുനിൽ മാനാടൻ, TD ഔസേഫ്, VM പ്രേംനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് കോംപ്ലക്സ് ടെനൻസ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MN അഖിലേഷൻ ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ഡേവിസ് MD സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി റെജീന ഉദയകുമാർ ദേശീയ ഐക്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അസോസിയേഷൻ സെക്രട്ടറി സന്തോഷ് കുര്യൻ, JH ജൂലിയസ്, GM മിൻഹ, K രാജേഷ്, KG ഗോപി, VS സന്ദീപ്, AK സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായ സ്വാതന്ത്ര്യ സമര സേനാനി മഞ്ഞപ്ര മേരിഗിരി മേക്കാടൻ പൗലോയെ സ്വാതന്ത്ര്യദിനത്തിൽ ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം അനുസ്മരിച്ചു. സ്വാതന്ത്ര്യത്തിനും നാടിനും വേണ്ടി ജീവിതം സമർപ്പിച്ച പൗലോയുടെ ഛായാചിത്രത്തിന് മുമ്പിൽ പുഷ്പാർച്ചന അർപ്പിച്ച് മുൻ സൈനികൻ അഗസ്റ്റിൻ തിരുതനത്തിൽ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം ഡേവിസ് മണവാളൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സെബാസ്റ്റ്യൻ കൊട്ടേക്കാലി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കെ സോമശേഖരൻ പിള്ള ദേശീയ പതാക ഉയർത്തി. ചെറിയാൻ തോമസ്, ടീനോ മൊബൈൽസ്, ഷൈബി പാപ്പച്ചൻ, ജോയ് അറയ്ക്ക, എം.ഇ. സെബാസ്റ്റ്യൻ, ദിനു ജോർജ്, ബൈജു കോളാട്ടുകുടി, പൗലോസ് മേക്കാടൻ, വിൽസൺ മാടൻ, പി സുധീർ, ബൈജു കൈതാരത്ത്, പൗലോസ് കീഴ്ത്തറ എന്നിവർ പ്രസംഗിച്ചു. നമുക്കൊക്കെ ഒത്തിരിയേറെ അഭിമാനം നൽകുന്ന ഒരു വ്യക്തിയായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒത്തിരിയേറെ പൗലോ ചേട്ടനെ നമുക്ക് തീർച്ചയായിട്ടും ആ ഉന്നത നേതാക്കളുടെ ആ തസ്തികയിലൂടെ തന്നെ നമ്മൾ ഈ 80ാം സ്വാതന്ത്ര്യ ദിനത്തിൽ നമ്മൾ പതാക ഉയർത്തിക്കൊണ്ട് ഇവിടെ വന്ന് സ്മരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത തലമുറയോട് കാണിക്കുന്ന ഏറ്റവും സൗഹാർദ്ദപരമായിട്ടുള്ള ഏറ്റവും പുണ്യമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ. കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചായപ്പൻകുഴി സെന്ററിൽ സ്വാതന്ത്ര്യദിനം ആചരിച്ചു. ഗ്രൂപ്പ് രക്ഷാധികാരി ഡോക്ടർ ജോയ് കട്ടക്കയം ദേശീയ പതാക ഉയർത്തി. പ്രസിഡന്റ് കെ.എം. ജോസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് പി.ഒ. വർഗീസ്, ട്രസ്റ്റി ഓമന ജോസ്, ടി ബേബി, റാണി ജോഷി, ലില്ലി വെട്ടനാൽ, മേഴ്സി പോളി എന്നിവർ പ്രസംഗിച്ചു. ദേശീയപാതയിൽ പുതുക്കാട് കുറുമാലിപ്പുഴ പാലത്തിൽ ചരക്ക് ലോറി മറിഞ്ഞു. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. പാലത്തിന്റെ കൈവരിയോട് ചേർന്നുള്ള നടപ്പാതയിൽ ഇടിച്ചാണ് ലോറി മറിഞ്ഞത്. ദേശീയപാതയിൽ ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ശനിയാഴ്ച രാവിലെ 6 മണിയോടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് ഇടയാക്കിയതെന്ന് പറയുന്നു. അപകടത്തെ തുടർന്ന് ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. തൃശൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന വാഹനങ്ങൾ എതിർദിശയിലുള്ള പാതയിലൂടെ ഒറ്റവരിയായാണ് കടത്തിവിട്ടത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗത തടസ്സം നേരിട്ടു. ലോറിയിലെ ചരക്ക് നീക്കം ചെയ്ത ശേഷം ക്രെയിൻ എത്തിച്ചാണ് ലോറി നീക്കിയത്. പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് ഗതാഗതം നിയന്ത്രിച്ചത്. കിടപ്പ് രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ആശ്വാസകിരണ പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയായി വർദ്ധിപ്പിച്ചു. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ്. നേരത്തെ UDF സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. പരിഷ്കരിച്ച നിരക്ക് വെള്ളിയാഴ്ച മുതൽ പ്രാബല്യമുണ്ടായിരിക്കും. തീവ്രമായ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ, 100% ഭിന്നശേഷിയുള്ളവർ, കിടപ്പിലായ രോഗികൾ, ക്യാൻസർ, ഓട്ടിസം, സെറിബ്രൽ പാൾസി തുടങ്ങിയ രോഗബാധിതർ, വയോജന രോഗികൾ എന്നിവരെ പരിചരിക്കുന്നവർക്കാണ് ആശ്വാസകിരണം പദ്ധതിയുടെ ധനസഹായം നൽകുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം. പവന് ഒറ്റയടിക്ക് 520 രൂപയാണ് വർദ്ധിച്ചത്. 1,13,760 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 65 രൂപയാണ് വർദ്ധിച്ചത്. 14,220 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ നിലനിൽക്കുന്ന അനിശ്ചിതത്വം ഉൾപ്പെടെയുള്ള ഘടകങ്ങളാണ് സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. ഇതേ തുടർന്ന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണ്ണവിലയിൽ ഏറ്റക്കുറച്ചിലുകൾ തുടരുകയാണ്. വെള്ളിയാഴ്ച രാവിലെ ഇടിഞ്ഞ സ്വർണ്ണവില ഉച്ചയോടെ തിരിച്ചുകയറി. ഈ മുന്നേറ്റം ശനിയാഴ്ച തുടരുന്നതാണ് കണ്ടത്. വരും ദിവസങ്ങളിലും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങൾക്കനുസരിച്ച് സംസ്ഥാനത്തെ വിലയിൽ വ്യതിയാനങ്ങൾ തുടരാൻ സാധ്യതയുണ്ട്. ജനുവരി 29 രേഖപ്പെടുത്തിയ 1,31,160 രൂപയാണ് സ്വർണ്ണവിലയിലെ റെക്കോർഡ്. ഡിസംബർ 23 പവൻ വില ആദ്യമായി 1 ലക്ഷം കടന്നത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നു. ജാർഖണ്ഡിനും ഗംഗാതീര പശ്ചിമ ബംഗാളിനും മുകളിൽ തീവ്ര ന്യൂനമർദ്ദം തുടരുന്നു. ഇത് അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഗംഗാതട പശ്ചിമ ബംഗാളിനും ജാർഖണ്ഡിനും മുകളിലൂടെ സഞ്ചരിക്കാൻ സാധ്യത. അടുത്ത 12 മണിക്കൂറിൽ ജാർഖണ്ഡ്, വടക്കൻ ഛത്തീസ്ഗഡ് മേഖലകളിലൂടെ പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിൽ നീങ്ങി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി ദുർബലപ്പെടാൻ സാധ്യത. സംസ്ഥാനത്ത് ഈ മാസം 18 വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തൃശൂർ പൂത്തോളിൽ പ്രവർത്തിക്കുന്ന ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തെ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഹോട്ടൽ മാനേജ്മെന്റ് മേഖലയിലെ 1 വർഷത്തെ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഫുഡ് ആൻഡ് ബെവറേജ് സർവീസ്, ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷൻ എന്നീ കോഴ്സുകളിലാണ് ഏതാനും സീറ്റുകളിൽ ഒഴിവുകളുള്ളത്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0487 23 84 253 9447610223 9656720906 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ചാലക്കുടി കുന്നത്തങ്ങാടി മാളക്കാരൻ ജോസ് ബായ അന്നം നിര്യാതയായി. 88 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോന പള്ളി സെമിത്തേരിയിൽ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭീകര ശൃംഖലകളെ നേരിടാൻ രാജ്യം സജ്ജമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. Bhishika Smruti Divas. We solemnly remember those lakhs of Indians who lost their lives in the violence resulting from the partition or രാജ്യം 100ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. हमारे संकल्प दृढ़ होने चाहिए. जब संकल्प दृढ़ होता है तो സാമൂഹിക അനീതികൾക്കെതിരായ പോരാട്ടത്തിനായി ഇന്ത്യൻ ജനത ഒന്നിക്കേണ്ട സമയമാണിതെന്ന് യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ്. ദേശീയപാതയിൽ പുതുക്കാട് കുറുമാലിപ്പുഴ പാലത്തിന്റെ കൈവരിയോട് ചേർന്നുള്ള നടപ്പാതയിൽ ഇടിച്ച് ചരക്ക് ലോറി മറിഞ്ഞു. ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. കിടപ്പു രോഗികളെയും ഭിന്നശേഷിക്കാരെയും പരിചരിക്കുന്നവർക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പിലാക്കി വരുന്ന ആശ്വാസകിരണം പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600 രൂപയിൽ നിന്ന് 1000 രൂപയായി വർദ്ധിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.